ഐഡിയ സ്കീമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 2 അപ്ഡേറ്റുകളാണ് ഉള്ളത്. ഒന്ന് ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ, അതായത് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാനും, ഇനി ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതായത് കീമിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഈ 2 കോഴ്സുകളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് വെക്കാനുമാണ് ഇപ്പോൾ ഓപ്പൺ ആക്കി തന്നേക്കണം കേട്ടോ. അപ്പോൾ ഓർക്കുക, ആർക്കിടെക്ചറിന് നിങ്ങൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാറ്റയുടെ എക്സാം എഴുതിയിട്ടുണ്ടാവണം. നീറ്റ് അതായത് NTA നടത്തുന്ന നീറ്റ് എഴുതിയിട്ടുണ്ടാവണം. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് ഇത് എഴുതിയിട്ടുണ്ടാവണം എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ഇത് ക്വാളിഫൈ ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകം ഒരു കാര്യം ഓർക്കുക, ഓൾറെഡി അപ്ലൈ ചെയ്ത് വെക്കണവർ വീണ്ടും അപ്ലൈ ചെയ്യരുത്. ഈ കോഴ്സുകൾ വേണം എന്നുള്ളവരാണെങ്കിലും വീണ്ടും അപ്ലൈ ചെയ്യരുത്. അവർ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ കോഴ്സ് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെനു ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ ആർക്കിടെക്ചർ ആണെങ്കിൽ ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആണെങ്കിൽ അത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ ഫീസ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് ലാസ്റ്റ് കാണിക്കും, അത് നിങ്ങൾ അടയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, അതായത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും റിസർവേഷൻസ് നിങ്ങൾ കൊടുത്തിട്ടില്ല, ലൈക്ക് NRI, അതുപോലെ തന്നെ മൈനോറിറ്റി ക്ലെയിം, EWS, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക, അവിടെ അപ്ലോഡ് NRI ഡോക്യുമെൻ്റ് ഓർ അപ്ലോഡ് കാറ്റഗറി ഓർ മൈനോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് അവിടെ ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ക്ലിയർ ആയിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? NRI വരുന്നുണ്ട്, മൈനോറിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ EWS റിസർവേഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ NRI ആണെങ്കിൽ പ്രോസ്പെക്ടസിൽ നിങ്ങൾ നോക്കുക, അതിൽ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് അത് കൊടുക്കുക. മൈനോറിറ്റി ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഓർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. EWSന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ EWSന് അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് കോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ റിസർവേഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഫീസൊന്നും വരില്ല, പക്ഷേ കോഴ്സുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേക ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർ വെബ്സൈറ്റിലൂടെ കീം കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിയിട്ട് ക്ലെയിമുകൾ ചെയ്യാനേ പാടുള്ളൂ. അതേസമയം പുതുതായിട്ട് കൊടുക്കുന്ന കുട്ടികൾ, ഇവിടെ പുതുതായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളിൽ സാമുദായിക സംവരണം, സാമ്പത്തിക സംവരണ ആനുകൂല്യങ്ങൾ, പ്രത്യേക സംവരണം ലൈക്ക് EWS ഒക്കെ പോലുള്ള അതുമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള രേഖകളും കൊടുക്കേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് അവസരം കിട്ടില്ല എന്നുള്ളതും ഓർക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും പുതുതായിട്ട് കോഴ്സുകൾ ഓർ ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനും മുമ്പ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ പ്രവേശനം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രോസ്പെക്ടസിലെ വ്യവസ്ഥകൾ, അതായത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു അവസരം മിക്കവാറും പുതിയ ക്ലെയിമുകൾ ചേർക്കാൻ എഞ്ചിനീയറിങ്ങിന് ഉണ്ടാവില്ല. നിങ്ങൾ നോക്കുക പ്രൊഫൈലിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷൻ നിങ്ങളുടെ പ്രൊഫൈലിലുണ്ടോ, അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ഇത് സാധാരണ വരുന്നത് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കലിന് മാത്രമാണ് കേട്ടോ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് മാത്രമാണ്. കാരണം കീമിൻ്റെ ഓൾറെഡി റിസർവേഷൻ കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാവും എന്നുള്ള സംശയമാണ്. പക്ഷേ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ റിസർവേഷൻസ് കൂട്ടിച്ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർ എഞ്ചിനീയറിങ്ങിൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുക, അതിന് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ സാധാരണ നമുക്ക് അങ്ങനെ സാധ്യതയില്ല. ഈ മെഡിക്കലിനും ആർക്കിടെക്ചറിനുമാണ് വരാനുള്ള സാധ്യതയുള്ളത്. ഒന്നുകൂടി പറയുവാണ്, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾ ഇതുവരെ റിസർവേഷൻ കൊടുത്തിട്ടില്ല, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് വന്നേക്കുന്നത്. Take care, stay blessed. Thank you.